ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷ്പോത്സവം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. കണ്ണൂരിലാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പം എന്താ കയറുമ്പോൾ തന്നെ നമുക്ക് ഇതേപോലത്തെ കുറേ സാധനങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പം ഇതൊക്കെ എന്തോ ഒരു തീമുമായിട്ട് ബന്ധപ്പെടുന്നതാണ് കേട്ടോ. അപ്പം ഇത് എനിക്ക് നല്ലതായി ഇഷ്ടപ്പെട്ട ഒരു സ്മോക്ക് പോലെ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കയറുമ്പം തന്നെയുള്ള കാഴ്ചകൾ. പിന്നെ കുറച്ചങ്ങ് നീങ്ങുമ്പോൾ സെൽഫി പോയിൻ്റൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് സെൽഫി എടുക്കാം. നമ്മൾ സെൽഫി എടുത്തു കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം കുറച്ചങ്ങ് നീങ്ങുമ്പോൾ കുറേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. കുറേ പൂക്കൾ അട്ടിക്ക് വെച്ച് കാണുമ്പം തന്നെ ഒരു പ്രത്യേക തരം ഭംഗിയാണ്. പിന്നെ നമ്മൾ കുറച്ചങ്ങ് നീങ്ങുമ്പോഴത്തേക്കും ഇതേപോലെ തന്നെ വേറെ രീതിയിലും ഹൈഡ്രാഞ്ചുകൾ, ജമന്തികൾ അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ജമന്തി കൂട്ടം. പിന്നെ കുറച്ചങ്ങ് നീങ്ങുമ്പോൾ ഇതാ ഹൈഡ്രാഞ്ചുകളുണ്ട്. പലതരത്തിലുള്ള ഹൈഡ്രാഞ്ചുകളുണ്ട് കേട്ടോ. റോസ്, നീല, അങ്ങനെ ഞാൻ നീല മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നു. പലതരത്തിലുള്ള ഹൈഡ്രാഞ്ചുകളുണ്ടായിരുന്നു. പിന്നെ ഈ സീനറി എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ കുറച്ചങ്ങ് നീങ്ങുമ്പോൾ ഒരു കിണറ്റിൽ നിന്ന് വെള്ളം വീഴുന്ന പോലത്തെ ആ ഒരു പോലത്തെ സീനറിയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പൂവ്, പിന്നെ അങ്ങോട്ട് പൂവാണ്. എന്തായാലും നല്ലൊരു സീനറിയാണ് കേട്ടോ മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പുറവും ഇപ്പുറവും എല്ലാം നല്ലൊരു സീനറി ആയിരുന്നു. പിന്നെ ഇതേപോലെ ഇങ്ങനെ വെള്ളമൊക്കെ ചാടുന്ന പോലെയെല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ കുറച്ചങ്ങ് നീങ്ങുമ്പോൾ ഇത് എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. പിന്നെ കുറച്ചങ്ങ് നീങ്ങുമ്പോൾ ഇതേപോലെ വീണ്ടും സെൽഫി പോയിൻ്റാണ്. ആ ഏച്ചിയൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ അറിയാം ഇതൊരു സെൽഫി പോയിൻ്റാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വെറൈറ്റി തരം കടലാസുകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് പറഞ്ഞതാണ് ഇത്, പിന്നെ ഇത്, പിന്നെ അത്. ഓക്കെ, അപ്പം ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. ഈ കളറ് ബാക്കി നമ്മളിടയ്ക്കും കുറേ കളറുണ്ട്. അപ്പം അതൊക്കെ ഒഴിച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കളറൊക്കെ കാണുന്നത്. പിന്നെ ഈ ഒരു ഫ്ലവർ, ഇത് വീഡിയോ എടുക്കുന്നതിനെ കാട്ടിയും നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ് ഇത് കാണാൻ. പിന്നെ കുറച്ചങ്ങ് നീങ്ങും നമുക്ക് ഈ ഒരു ഫ്ലവർ വീഡിയോയിൽ റോസ് കളറായിട്ടാണ് കാണുന്നത്. പക്ഷേ ശരിക്കൊരു ചെറിയൊരു വയലറ്റ് അടിക്കുന്ന പോലെയാണ്. പിന്നെ ഒരു റെഡ് പൂവ് ഉണ്ടായിരുന്നു. പിന്നെ ഞാനും അമ്മമ്മയും കൂടി എല്ലാ ചെടികളും ഇങ്ങനെ നോക്കലാണ് കേട്ടോ. അവരൊക്കെ ഓരോ ചെടികളും ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടേ നിൽക്കലാണ്. അപ്പം നമ്മളൊന്നും വാങ്ങിച്ചില്ല എന്നുള്ള വിഷമം നിങ്ങൾക്ക് വേണ്ട. നമ്മൾ എന്ത് ചെയ്യുന്നു, തിന്നാൻ വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കേട്ടോ. പിന്നെ കുറച്ച് സമയം എൻ്റെ ഒരു ഷോപ്പൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ കുറേ ചെടികൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. സ്നേക്ക് പ്ലാന്റ്, അങ്ങനെ അതിനൊക്കെ ചെറിയ എമൗണ്ടേ വരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാനും അനിയത്തിയും കൂടെ ഒരു പഞ്ഞിമിഠായി മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലൈവ് കോട്ടൺ ക്യാൻഡി ആയിരുന്നു. നമ്മൾ കോട്ടൺ ക്യാൻഡിയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ട് കുറച്ച് നീങ്ങുമ്പോൾ അമ്മമ്മ ഐസ്ക്രീം മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും തിന്ന് അത് കഴിഞ്ഞ ശേഷം കുറച്ചങ്ങ് പുറത്തേക്ക് നീങ്ങുമ്പോൾ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം കളിക്കുന്ന സാധനങ്ങളിൽ നോക്കുമ്പോഴായിരുന്നു ഇത് വരുന്നത്. ഇത് നല്ല രസമാണ് ഗൈസ് കാണാൻ. ആകാശത്തിലേക്ക് പോകുന്നുണ്ട്. പിന്നെ കുറേ കമ്മലുകളുടെ ഉണ്ടായിരുന്നു. കമ്മലുടെ സെക്ഷൻ നമുക്കൊന്നും വേണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അങ്ങനത്തെ വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ അനിയത്തിക്ക് ഒരു പാവയും കൂടെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനൊരു പാവയും കൂടെ മേടിച്ചു കൊടുത്തു. ഈ പാവയ്ക്ക് റേറ്റ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബായ്.